ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓപ്പോൻ്റെ എൻകോ W51 ആണ്. നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ W31 അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഒരു വയർലെസ്, നമ്മുടെ ട്രൂ വയർലെസ് ഇയർഫോൺ ആണ് വിത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. അപ്പോൾ ഈ റേഞ്ചിൽ വരുന്നതിന് 4999 ആണ് വില വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് പാക്കേജിങ്ങും അതുപോലെ അതിൻ്റെ സൗണ്ടും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് കാര്യമായിട്ട് തന്നെ നോക്കാം. അത് നമുക്ക് ജസ്റ്റ് ഇത് വെച്ചിട്ട് നമ്മുടെ W31 ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാണ്ട് മുമ്പ് ചാനൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആകാൻ മറക്കണ്ട. നമുക്ക് ഡയറക്റ്റ് പോകാം. അപ്പോൾ നമ്മുടെ OPPO W51 ബോക്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ W31 ബോക്സ് ആയിട്ട് ഓൾമോസ്റ്റ് സാമ്യം തന്നെയാണ്, സെയിം ആണ്. ബോക്സിൻ്റെ ഒരു ലെങ്ത്തും ഹൈറ്റും കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ OPPO എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളതിൻ്റെ പടം കൊടുത്തിട്ട് ബ്ലൂ കളറാണ്, ബ്ലൂ സ്റ്റാർ എന്ന് കിട്ടുന്നൊരു കളറാണ്. അതുപോലെ W51 എഴുതിയിട്ടുണ്ട്. അതേപോലെ സ്റ്റാറി ബ്ലൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. December 2020 ആണ് മാനുഫാക്ചറിങ്. അതുപോലെ ബാക്കിൽ അതിൻ്റെ കുറച്ച് സ്പെക്സ് ചെയ്തിട്ടുണ്ട്. മെയിൻ കാര്യങ്ങൾ നമ്മുടെ ഹൈബ്രിഡ് നോൺ ക്യാൻസലേഷൻ ഉള്ളതാണ്. അതാണ് W51 ഒരു സ്പെഷ്യാലിറ്റി തന്നെ. പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ് ഉള്ളതാണ്. അപ്പോൾ ഈ റേഞ്ചിൽ വേറെ വയർലെസ് ചാർജിങ് ഉള്ള ഒരു ബെസ്റ്റ് സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് Realme 2 ഇറങ്ങിയിട്ടുണ്ട്. അതിലുണ്ട് വയർലെസ് ചാർജിങ്. അത് 3299 ആണ്. അതാണ് ഏകദേശം ഇതിന് കോമ്പറ്റീഷൻ വരുന്നത്. പിന്നെ ബൈനോറൽ ലോ ലാറ്റൻസി മോഡാണ്. ഒരു 88 ആണ് തോന്നുന്നത് ഏറ്റവും ലാറ്റൻസി കുറഞ്ഞ് കിട്ടുന്നത്. 88 93 സംതിങ് ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ട്രിപ്പിൾ മൈക്ക് ഉണ്ട് നമ്മുടെ നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ IP54 ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. 24 hours ഓഫ് മ്യൂസിക് പ്ലേ ബാക്ക് ഉണ്ടെന്ന് വെച്ചാൽ ബാറ്ററി കൂടുതലാണ് നമ്മുടെ W31 അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്മുടെ അതിൻ്റെ ബോക്സ് ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ പ്രൈസിങ് കൊടുത്തേക്കുന്നത് 6999 ആണ് കേട്ടോ. ET121 ആണ് നമ്മുടെ ഇതിൻ്റെ മോഡൽ നമ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ W31 ബോക്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൈസിൻ്റെ കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഇതാ കണ്ടു, ഓൾമോസ്റ്റ് സെയിം ആണ് ബാക്കിലും അവർ പറയണത്. പക്ഷേ നമുക്ക് ബാസ് മോഡൊക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇതിലുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. എക്സ്ട്രാ അഡീഷൻസ് ആണ് ഇതിപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൾ മൈക്കും അതുപോലെ വയർലെസ് ചാർജിങ്ങൊക്കെ എക്സ്ട്രാ വരുന്ന സംഭവമാണത്. പിന്നെ പ്ലേ ബാക്ക് അതിനായിട്ടും കൂടുതലാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ബോക്സ് ചെറുതാണ്, മാറ്റിവയ്ക്കുക എന്തായാലും. അപ്പോൾ നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഞാൻ ഇപ്പോൾ എന്തായാലും സീൽ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ബ്ലൂ കളറാണ് കേട്ടോ. സ്റ്റാറി ബ്ലൂ എന്നാണ് പേര് പറയണത്. OPPOൻ്റെ ഒരു ഫസ്റ്റ് തന്നെ ഒരു ബോർഡ് ഉണ്ട്. അതിൽ നമുക്ക് എന്തൊക്കെയാണുള്ളത് നോക്കാം. അത്യാവശ്യം നല്ലൊരു സ്റ്റൈലിൽ വെച്ചിട്ടുണ്ട്. OPPO W51 ഒരു ട്രൂ വയർലെസ്സിൻ്റെ നമ്മുടെ കണക്ഷൻ ഡീറ്റെയിൽസും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡൊക്കെയാണത്. ആരും വായിക്കാറില്ല, വായിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ പിന്നെ അത് അതിൻ്റെ വാറൻറ്റി ഡീറ്റെയിൽസും സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും ആണ്. അത് നമുക്ക് മാറ്റി വയ്ക്കാൻ വേറെ ഒന്നുമില്ല ഇതിൽ. അപ്പോൾ നമ്മുടെ മെയിൻ സംഭവം ശരിക്കും ഒരു ബ്ലാക്കിഷ് ആണ് തോന്നുന്നത്. ശരിക്കും ഇത് സ്റ്റാറി ബ്ലൂ ആണെന്ന് വെച്ചാൽ നല്ല വെയിലത്ത് വരുമ്പോൾ ഇത് ബ്ലൂ കളറാവും. നമ്മളിവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇത് പിന്നെ മാറ്റ് ഫിനിഷ് അല്ല കേട്ടോ. ഇതാണ് നമ്മുടെ W31 വരുന്നത്. മാറ്റ് ഫിനിഷും ഇത് നമ്മൾ വ്യത്യാസം കണ്ടു. സെയിം, പക്ഷേ ഓൾമോസ്റ്റ് നമ്മുടെ ഡയമെൻഷൻസൊക്കെ സെയിം. റൗണ്ടും അതുപോലെ ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു റെക്റ്റാങ്കിൾ, ഒരു സൈഡെല്ലാം കർവ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു റെക്റ്റാങ്കിൾ സ്റ്റൈലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഇല്ലെന്ന് കുറേ പേര് പറയുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമുക്ക് ഇതിലുള്ളത് നല്ല സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സെറ്റപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 സെറ്റ് ഓഫ് ഇയർബഡ്സ് കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ നോയ്സ് ക്യാൻസലേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കറക്റ്റ് ഇയർബഡ് വന്നില്ലെങ്കിൽ നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ വർക്ക് ചെയ്യില്ല. അങ്ങനെ കുഴപ്പം. അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ 3 വേറെ വെച്ചിരിക്കുന്നത്. LS XS വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ വരുന്നത് M ആണ് ഇപ്പോൾ വരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് നമ്മുടെ നോർമൽ കേബിളാണ്, ടൈപ്പ് C കേബിളാണ്. ചെറിയ സാധനമാണ്, കണ്ടന്റ് അറിയാം. അത് സെയിമാണ് രണ്ടിലും. ഇതിലൊക്കെ സെയിമാണ്. നമുക്ക് തൽക്കാലം എടുക്കണ്ട. നമുക്ക് ബോക്സിൽ തന്നെ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മെയിൻ സംഭവത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് സംഭവം. OPPOൻ്റെ ഒരു ബ്രാൻഡിങ് നല്ല സിൽവർ കളറിൽ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേതിൽ അങ്ങനെ കുഴപ്പമുണ്ടാകും. നമ്മുടെ പ്രത്യേകിച്ച് മാറ്റ് ഫിനിഷ് ആയതുകൊണ്ടും കളർ നമ്മുടെ ബ്രാൻഡിങ് കളറല്ലാത്തതുകൊണ്ടും ഇത് കാണാൻ ഭയങ്കര പാടാണ്. അങ്ങനെ കാണില്ലേ, കണ്ടോ. അപ്പോൾ എനിക്കിതിൽ ആ ഇഷ്യൂ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇത് തന്നെ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനാണ്. അപ്പോൾ അതിനായിട്ടും ബെസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഇതിൽ വേറെ ഒന്നുമില്ല കേട്ടോ. റൈറ്റിങ്സ് റിട്ടേൺസ് ഒന്നുമില്ല. ബാക്കിലൊരു ടൈപ്പ് C പോർട്ടുണ്ട്. ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളതാണ് കേട്ടോ. ജസ്റ്റ് ഒരു 10 minutes നമുക്ക് കുത്തിക്കഴിഞ്ഞാൽ ഒരു 9 hour 5 hour എത്ര കൊണ്ട് കിട്ടുന്നുണ്ട് പറയുന്ന ഒരു കമ്പനി. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ ഉണ്ട്. ഇവിടെ ഒരു റിങ്ങിൽ ഗോൾഡൻ ഉണ്ട്. അത് നമുക്ക് ഇതിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലില്ല. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിലില്ല, കണ്ടോ.
ആണ് വ്യത്യാസം വരുന്നത്. പിന്നെ ബഡ്സിൻ്റെയും ഒരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇതിന്മേൽ ഒരു മിററായിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള കണക്ഷൻ, ഇതിൽ കുറച്ച് സിൽവറിഷ് ഗോൾഡിഷ് പോലത്തെ ഒരു കളറാണ് കൊടുത്തേക്കുന്നത്. ബാക്കി ഷേപ്പെല്ലാം സെയിം ആണ്, നോക്കി കഴിഞ്ഞാൽ ഷേപ്പ് സെയിം ആണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് കണ്ടാൽ മനസ്സിലാവില്ല, പക്ഷെ നമ്മൾ ഇതിൽ അതിൻ്റെ ഇയർഫോൺ കയറില്ല. അങ്ങനെ ഒരു വ്യത്യാസം, ചെറിയൊരു ഷേപ്പ് വ്യത്യാസം ഉണ്ട്, ചെറുതായിട്ടുള്ളൂ. പക്ഷേ അപ്പോൾ ചാർജിങ്ങിൽ കയറില്ല, അങ്ങനെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതെന്തായാലും അടുത്ത് പെയർ ചെയ്ത് നോക്കാം. ഞാൻ ആൻഡ്രോയിഡ് ഡിവൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പെയറിംഗ് മോഡിലേക്ക് കയറണം. അപ്പോൾ നമുക്ക് എന്തായാലും ബ്ലൂടൂത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. എന്തായാലും ഫസ്റ്റ് ടൈമാണ് അതിൽ ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അവൈലബിൾ ഡിവൈസിൻ്റെ അടുത്താണ് വരിക. നമ്മൾ എന്തായാലും പെയറിംഗ് മോഡിൽ നമുക്ക് നിവർത്തി പിടിക്കാം. ശരിക്കും ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് മോഡ് ഉണ്ട് ഇതിൽ, പക്ഷേ നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്യില്ല. ശരിക്കും ഇത് നോർമലി തുറക്കുമ്പോൾ ശരിക്കും അപ്പം തന്നെ ഡിറ്റക്റ്റ് ചെയ്യേണ്ടതാണ്. ന്യൂ ഡിവൈസാണ് വരുന്നത്. നമുക്കൊന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാം. ഞാൻ പെയറിംഗ് മോഡ് ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്, ഇപ്പോഴേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഗൂഗിൾ പെയറിംഗ് മോഡ് എന്തുകൊണ്ടോ വർക്ക് ചെയ്യുന്നില്ല. ഇത് സാംസങ്ങിൻ്റെ ഡിവൈസാണ്, M11 ആണ്. ഇപ്പോൾ ഫോണിൻ്റെ ഇഷ്യൂ ആണോ ഉറപ്പില്ല, പക്ഷേ നോർമലി തന്നെ കംപ്ലൈൻറ്റ് ഞാൻ കേട്ടിട്ടില്ല, വർക്ക് ചെയ്യുന്നത് തന്നെയാണ് കേട്ടത്. എന്തായാലും നമുക്ക് പെയർ ചെയ്യാം. ഈ പെയറിംഗ് ഈസി പ്രോസസ്സാണ്. ജസ്റ്റ് നമ്മുടെ അതിൽ ഫൗണ്ട് ചെയ്തിട്ട് നമുക്ക് പെയറിംഗ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെ പെയറിംഗ് ആയിട്ടാണ്. കണക്റ്റിംഗ് ആയി. ഇനി നമുക്ക് ഇതിലൂടെ ഓഡിയോ ബാറ്ററി റിമൈനിങ് 100% കാണിക്കും. ഇതിപ്പോൾ നിങ്ങളുടെ OPPO ഫോണാണെങ്കിൽ നമുക്ക് ഒരു ഫാസ്റ്റ് പെയറിംഗ് മോഡും ഉണ്ട് അതിൽ താനും. അല്ലാണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു പോപ്പപ്പ് പോലെ വരും, നമ്മുടെ ബാറ്ററി എത്ര ശതമാനം ഉണ്ട്, ബോക്സ് കേസിൻ്റെ, അതേപോലെ രണ്ട് ഇതിൻ്റെയും ഇതിൻ്റെയും എക്സ്ട്രാ വരും. അത് നമുക്ക് OPPO ഫോണാണെങ്കിലേ വരുള്ളൂ, ബാക്കിയൊന്നും വരില്ല. അത് എല്ലാ ബ്രാൻഡിനും അങ്ങനെ തന്നെയാണ്, അത് സെയിം ബ്രാൻഡാണെങ്കിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ല ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടാണ്, നല്ലൊരു സൂപ്പർ ക്വാളിറ്റി തോന്നുന്നുണ്ട്. മറ്റേ W31 പോലെ അതല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷേ അതിനെക്കാട്ടും കുറച്ചും കൂടി സൗണ്ട് എഫക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്, ബാസ്, എസ്പെഷ്യലി ബാസ് മോഡ്. പിന്നെന്താ പറയുക, പിന്നെ പറയുന്നത് നമ്മുടെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനെ കുറിച്ചാണ്. ശരിക്കും നമ്മളത് ചെവിയിൽ വെക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്ത പോലെ തോന്നുന്നു. നമ്മുടെ ഒരു ചെവി അടഞ്ഞ പോലെ തോന്നുന്നു വെച്ചാൽ അത് നോയ്സ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു മോഡ് അപ്പോൾ തന്നെ ആക്റ്റീവ് ആവണത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ തൊടുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ നമ്മുടെ ടച്ച് കാണിച്ചു തരാം. നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകണത് നെക്സ്റ്റ് സോങ്ങിലേക്ക് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഓൾറെഡി ഒരെണ്ണേ വെച്ചിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് പ്ലേ അമർത്തിയിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഇത് പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഇതൊന്നും ഇഷ്ടമൊന്നുമില്ല. പക്ഷെ നല്ല സൗണ്ട് ക്വാളിറ്റി എനിക്ക് തോന്നി. W31 എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് വാല്യൂ ഫോമാണ് തന്നെയാണ് കൊടുക്കണതിൻ്റെ നല്ല സാധനം എന്തായാലും ഗ്യാരണ്ടീഡ് കിട്ടുന്നുണ്ട്. അതുപോലെ ഞാൻ കോൾ നോക്കി, കോൾ മറ്റേനാട്ടും സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നോയ്സ് ക്യാൻസലേഷൻ ഉള്ളത് കൊണ്ടായിരിക്കണം. അതിനായിട്ടും കുറച്ചും കൂടി ക്ലാരിറ്റിയും ഒരു സൗണ്ട് ഇതായിട്ടും തോന്നുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ അത് എനിക്കിപ്പോൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നു, പക്ഷേ കാണിച്ചു തരാനുള്ള നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ ഫോൺ ഇതിപ്പോൾ എക്സ്ട്രാ ഫോൺ, വേറെ ഫോണിൻ്റെ എക്സ്ട്രാ ഉണ്ടാകുന്ന കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടിപ്പോൾ അതിൻ്റെ ഓഡിയോ ലൈവായിട്ടുള്ള സംഭവം ഇടാൻ പറ്റില്ല. എന്തായാലും ഗ്യാരണ്ടി സംഭവമാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. W31 ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കാരണം നമ്മുടെ കോളിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കും ഒരു നല്ലൊരു ചെറിയൊരു അത്യാവശ്യം ഒരു 50% നോയ്സൊക്കെ അത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഫാനിൻ്റെ, അതൊക്കെ നമ്മുടെ ടോപ്പ് ഫാനിൻ്റെ ഒക്കെ ഡയറക്റ്റ് കാറ്റടിച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് കുറയുന്നില്ല. പക്ഷേ എന്തായാലും നോർമലായിട്ടും സൂപ്പറായിട്ട് കുറച്ച് ക്വാളിറ്റി കൂടുന്നുണ്ട്. അത് ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ഈ റേഞ്ചിൽ എസ്പെഷ്യലി നല്ലൊരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റിയും ബാറ്ററി ബാക്കപ്പൊക്കെ തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.